നമസ്കാരം. ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിട്ട് പ്രമാണിമാരാകാൻ ശ്രമിക്കാറുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും അഹന്തയ്ക്ക് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് മോദി സർക്കാർ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ സംബന്ധിച്ച് ജർമ്മനി നടത്തിയ പ്രതികരണങ്ങൾക്ക് അവരുടെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി വിദേശകാര്യ വകുപ്പ് രാജ്യത്തിന്റെ കനത്ത പ്രതിഷേധവും എതിർപ്പും അറിയിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ അതേ രീതിയിൽ പ്രതികരിച്ച അമേരിക്കൻ വക്താവിന്റെ അഭിപ്രായത്തോടും അവരുടെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി കടുത്ത ഭാഷയിൽ തന്നെ മറുപടി പറയുകയുണ്ടായി. രാജ്യങ്ങളുടെ പരമാധികാരവും ആഭ്യന്തര വിഷയങ്ങളും പരസ്പര ബഹുമാനത്തോടെ നിലനിർത്തുകയും അനാവശ്യമായ ഇടപെടലുകൾ നടത്താതിരിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യപരമായ ബന്ധം നിലനിർത്തുവാൻ അഭികാമ്യമെന്ന് വിദേശകാര്യ വകുപ്പ് അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥയെ ഓർമ്മിപ്പിച്ചു. വിവിധ സർവീസ് സംഘടനകളും ഖാലിസ്ഥാൻ അനുകൂലികളും കെജ്രിവാളിന്റെ ആപ്പിന് നിർലോഭം പണം നൽകി എന്ന് ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വളരെ ചെറിയ സംസ്ഥാനമായ ദില്ലിയുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ജർമ്മനിയും അമേരിക്കയും ഇത്രയധികം വേവലാതിപ്പെടുന്നത് എന്തിനാണെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. രാജ്യത്ത് കൃത്യവും വ്യക്തവുമായ നീതിന്യായ വ്യവസ്ഥ ഉണ്ടെന്നും അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണെന്നും അമേരിക്കയെയും ജർമ്മനിയെയും വിദേശകാര്യ വകുപ്പ് ഓർമ്മപ്പെടുത്തി. ദില്ലി എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട കെജ്രിവാളിന്റെ ബന്ധങ്ങളും പ്രശസ്തിയും ഇത്ര വലുതാണെങ്കിൽ അതിന്റെ പിന്നിൽ കാലാകാലങ്ങളായി നടന്നുവരുന്ന കൊടുക്കൽ വാങ്ങലുകൾ എത്ര ശക്തമായിരുന്നുവെന്ന് അന്വേഷിക്കേണ്ടി വരും. അഴിമതിരഹിത രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഭരണത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വന്ന കെജ്രിവാളിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ആപ്പിനും ഇത് കനത്ത പ്രഹരമാണ് വരുന്നാളുകളിൽ.